പിന്നൊരു കാര്യം, സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും പിന്നെ സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നോ മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണരുത്. എങ്കിൽ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് എക്സ്പോസ് ചെയ്യാനും മറ്റു രീതികളിൽ പൈസ ഉണ്ടാക്കണമെങ്കിലോ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരും ഉണ്ടായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടെ, ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാൻ കേട്ടിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒന്നിലും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഈ കാണും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇത്തരം സാധനങ്ങളൊക്കെ മെറ്റ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഓഡിയൻസിന്റെ ഇടയിലോട്ട് ആ ഓരോ ക്രിയേറ്റേഴ്സിനും കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പരിപാടികളും ഒക്കെ വിചാരിച്ചിട്ടായിരുന്നു മെറ്റ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മജീഷ്യൻ ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ തൻ്റെ ഓഡിയൻസിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ, ഈ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന നിലയിലേക്ക് അതിനെ ഇതിനെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നിലയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിചാരിക്കാം. പക്ഷേ ഇവിടെ കുറച്ച് ആളുകൾ അതിനെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന തരത്തിലോട്ടുള്ള ഒരു സംഭവമായിട്ട് കുറെ മാറ്റിയതുകൊണ്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇതിന് കുറച്ച് ആളുകൾ ചേർന്ന് കൊടുത്തതുകൊണ്ട് തന്നെ കുറെ ഞരമ്പന്മാരായിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം വിൽക്കുന്നവരാണെന്ന് വിചാരിച്ചടക്കുന്ന കുറെ ഞരമ്പന്മാരായിട്ടുള്ള കുറെ അച്ഛനില്ലാത്ത കുറെ മക്കളുണ്ട്. അപ്പം അവന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ ചാനലിനകത്തൂടെ ദീപ്തി ടീച്ചർ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ദീപ്തി ടീച്ചർ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞൾ പൊടിച്ച ആളുകൾക്ക് വിൽക്കുന്ന. അപ്പം ഈ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്കും പുള്ളിക്കാരുടെ ഈ ഒരു ബിസിനസ്, ഈ ഒരു ചെറിയ ഒരു ബിസിനസ് വലിയ ഉപകാരപ്രദമായിട്ടുണ്ട്. അവർക്കും കൂടുതൽ ഉത്സാഹമായിട്ടുണ്ട് ഈ ഒരു കൃഷിയൊക്കെ ചെയ്യാനെ കൊണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരെ ഒരു മീറ്റപ്പ് പോലെ ചെയ്യാനെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫാം ടൂറിസം പോലെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ആ നാട്ടിലെ സീതത്തോട്ടിലെ വെള്ളച്ചാട്ടവും ആ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിക്കാനൊക്കെ അങ്ങനെ ഒരു പരിപാടി ചെയ്യാനെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലല്ല, മറ്റൊരു സ്ഥലത്ത് ആളുകളെ പാർപ്പിച്ചുകൊണ്ട് അങ്ങനെ രീതിയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനെ കൊണ്ടായിരുന്നു പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു മീറ്റപ്പിന്, ഈ ഒരു ഫാം ടൂറിസം, ഈ ഒരു പരിപാടി ചെയ്യാനെ കൊണ്ട് ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എറൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനീനെ പുള്ളിക്കാരി കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ സമതന്നും സൈന എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതിലെ സൈന എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ അടുത്ത് ഈ നമ്പർ കൊടുത്തിട്ട് ഈ ആളുകൾ കോൺടാക്ട് ചെയ്യില്ല ഒരു മീറ്റപ്പിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വരുന്ന കോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൈന എന്ന് പറയുന്ന ആ ഒരു ലേഡിനെയായിരുന്നു ദീപ്തി ടീച്ചർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം പുള്ളിക്കാരിക്ക് കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുക, ഈ കൺഫേം ഉറപ്പുള്ള കൺഫേം ആവുന്ന ആൾക്കാരില്ല, അപ്പോൾ അവരുടെ അടുത്ത് പിന്നീട് സംസാരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദീപ്തി ടീച്ചർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സൈന എന്ന് പറയുന്ന ലേഡി എടുത്ത് കുറെ ഞരമ്പന്മാരെ വന്ന് വിളിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണെങ്കിലും പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറമ്പിലെല്ലാം നടന്ന് പണിയും കഴിഞ്ഞ് മഴയും കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് രാത്രിയാവും. പിന്നെ എനിക്ക് ആരുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ ഇതൊന്നും ഒന്ന് ചെയ്തെടുക്കാനോ ഒന്നും എനിക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ റൗണ്ട്സിലെ സൈനയെ ഏൽപ്പിച്ചു. ഇത് ഒരു പ്രോഗ്രാം, അതായത് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനും ഞാനുണ്ടാവും, ഞാൻ എല്ലാം ചെയ്യും, സംഭവമൊക്കെ ഓക്കെ. പക്ഷേ ആരാണ് വരുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമല്ലോ, കാരണം ഫുഡും താമസമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, സൈനന്റെ ട്രാവൽ കമ്പനീന്റെ നമ്പറാണ് നമ്മൾ കൊടുത്തത്. അതായത് സൈനന്റെ പേഴ്സണൽ നമ്പറല്ല, ട്രാവൽ കമ്പനീന്റെ നമ്പറാണ് കൊടുത്തത്. അതാകുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യും, എത്ര പേരാ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണെന്നുള്ളതെല്ലാം ചെയ്യും. കാരണം ഇല്ല, എനിക്ക് ഇതിനുള്ള ടൈം കിട്ടത്തില്ല, പേഴ്സണലായിട്ട് എനിക്ക് കിട്ടില്ല. എനിക്ക് മുട്ടക്കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ തിരക്കും മാറ്റി വെച്ച് വരാൻ തയ്യാറായപ്പോൾ മറ്റ് ചില ആളുകൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നോക്കുമ്പോൾ എന്താണ്, ഒരു പെൺകുട്ടി വേണ്ട, ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് നാട്ടിലേക്ക് വരാം, ഇവിടെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് മറ്റൊരു രീതിയിലേക്കാണ് ആവശ്യം. അതായത് ഞാനാണെന്ന് കരുതി സൈനയ്ക്കാണ് ഇവർ മെസ്സേജ് അയക്കുന്നത്. എല്ലാവരും സൈനയ്ക്കാണ് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ സൈന പറയും ഇന്ന ആളാണ്, വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് കൺഫേം ആവുന്ന ആളുമായിട്ട് ഞാൻ സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതിൻ്റെ ആവശ്യമുള്ള, കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നല്ലേ, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ കുറച്ച് പേര് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം ജെനുവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. മറു സൈഡിലിരിക്കുന്ന ആൾ എപ്പോഴാണ് ഉറങ്ങുക, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അവർ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ല. ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു 12 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുക. അപ്പോൾ എന്ത് പറ്റി, സൈനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പുള്ളിക്കാരിക്ക് ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആവുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ടുകളയും, പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഭയങ്കര ടെൻഷനാവും. ഇത് മോശം മെസ്സേജുകൾ, പിന്നെ വോയിസ് മെസ്സേജുകൾ, കോളുകൾ. അപ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് പുള്ളിക്കാരി കിടന്നു. അതായത് 10 മണിക്ക് ശേഷം ഫോൺ സൈലന്റ് ആക്കും. രാവിലെ എണീക്കുമ്പോൾ ഫോൺ നിറയെ കോളുകളും കാര്യങ്ങളും. അപ്പം ഇത് ജെനുവിനായിട്ടുള്ള കോളാണ്. ഈ പുറത്തുള്ള ആൾക്കാർ നാട്ടിലെ ലീവിന് വരുന്നതിൻ്റെ കാര്യം പറയാൻ അവരുടെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. 1-2 കോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർക്ക് മനസ്സിലായി ഇത് അസുഖം വേറെയാണ്. അതായത് പരസ്യമായിട്ട്, അതായത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് മറ്റ് ദുസ്വഭാവങ്ങളൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ, ഇങ്ങനെ പബ്ലിക്കായിട്ട്. അതായത് സ്വന്തം ഫോൺ നമ്പറിൽ നിന്ന് മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരിതൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ബിഹേവിയർ. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരുണ്ടെങ്കിൽ പോലും
വളരെ മോശമായിട്ട്. അപ്പോൾ ഇവരൊക്കെ സൈന ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ സൈന മാക്സിമം ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ സൈന എന്ത് ചെയ്തു, മാക്സിമം ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ ഇതിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയിൽ ഒരുത്തൻ വളരെ മോശമായിട്ട് തുറന്ന് ആവശ്യങ്ങളൊക്കെ പറയുകയാണ് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ്. രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കും, ഹലോ പറയുമ്പോൾ ആളാണെന്ന് അറിയുമ്പോഴേ കട്ട് ചെയ്യും. അതിലും വരുന്നുണ്ട് കുറച്ച് ഇതുപോലെ മോശം കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് തൻ്റെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് വിചാരിച്ച് നടക്കുന്ന അച്ഛനില്ലാത്ത കുറേ ഞരമ്പന്മാരുണ്ട്. അവന്മാരുടെ ഭാഗത്തുനിന്ന് ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാര്യം വിളിച്ചിട്ട് ഇപ്പം ഒരാൾക്കൊരു താല്പര്യം തോന്നിയിട്ട് അത് പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ ഇത്തരത്തിൽ ഒരു സ്ത്രീ ശരീരത്തിന് വില പറയുന്നത്. ഒരാളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോനെ അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് പറ്റണം. അത് പറ്റാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തുള്ള കുറേ പൊന്നുമക്കൾ. ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല വീട്ടമ്മമാരും ഈ ചെറുകിട ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ ഒരു ബിസിനസ് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ അതിൻ്റെ ആ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പലരും ചെയ്യാറുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്പർ കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുമല്ലോ. ഈ കൊടുക്കുന്ന സമയത്തേക്ക് ഇതിനകത്തോട്ടും വിളിച്ചിട്ട് ഇങ്ങനെ കുറേ ഇവന്മാർ വന്ന് വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിന് ഇവർക്ക് പിന്നീട് ഒരു കോൾ എടുക്കാൻ പോലും പേടിക്കുന്ന തരത്തിലോട്ട് ഇനി വിളിക്കുന്ന ഇതുപോലെ ഏതെങ്കിലും ചെറുപ്പന്മാരായിരിക്കുമോ ലാസ്റ്റ് ആ ഒരു ബിസിനസ് തന്നെ മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലോട്ട് ഇങ്ങനെയുള്ള പുന്നാര മക്കൾ കാരണമാവാറുണ്ട്. ഓക്കെ, ഇതിനുശേഷം ഇവന്മാരുടെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെ ഒരുത്തൻ്റെ ഒരു കോള് ഇങ്ങനെ വന്നതിന് ശേഷം ഈ സൈന എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് സമദ് എന്ന് പറയുന്ന പുള്ളി ഈ പറയുന്നൊരു ഞരമ്പനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടെ പുള്ളിക്കാരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മ്യൂട്ടൊക്കെ ബീപ്പ് സൗണ്ടൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. തൻ്റെ ഭാര്യയുടെ അടുത്ത് ഇമാതിരി വർത്താനം വന്ന് ഒരുത്തൻ വില പറയാനെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഏതൊരു ഭർത്താവാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ സമ്മത് കേട്ടിട്ടില്ല. കുണാപ്പാ, നീ എന്തിനാടാ കണ്ണി കണ്ട നമ്പറിൽ വിളിച്ചിട്ട് എനിക്ക് മുട്ടനൊക്കെ പറയാൻ നിൽക്കണ്ട. വീട്ടിൽ വന്നിരിക്കണ അറിയില്ല എനിക്കെന്നെ ആരാണെന്നാ ആരോടാ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്ന നമ്പറുകളിൽ വിളിച്ചിട്ട് നീ കിട്ടുമോ നോക്കിയോ? ഞാൻ വിടണ വീട്ടിൽ ആള് വരണാണോ നിനക്ക്? ആളെന്നിട്ട് പറയാനുള്ളടാ, അത് നിന്റെ വോയിസ് അല്ലടാ. ആ കുടുംബം അത് ഞാൻ പറഞ്ഞ അനക്ക് ഉള്ളതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അനക്ക് ആ സാധനം ഉള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വിളിക്കണ്ട, നിക്കണ. ഞാൻ വീട്ടിൽ വരും, കട്ടയിൽ ഞാൻ വീട്ടിൽ വരും. അടിക്കും ഞാൻ. ഈ വോയിസ് ആയിരുന്നാ ഫാമിലി ഉള്ളതന്നെ. അനക്ക് എന്റെ കുടുംബത്തിൽ കയറാ. അനക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്പർ കണ്ടെങ്കിൽ നീ അങ്ങ് കേറി ഉണ്ടാക്കുവോ? ഞാൻ വീട്ടിൽ കയറ്റന്നാ. ഞാൻ വീട്ടിൽ വന്നിട്ട് ചോദിക്കട്ടെ എന്റെ വീട്ടിലുള്ളവരോട്. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ വീടറിയില്ല, നിന്റെ നാടറിയില്ല, ആരാന്നറിയില്ല, ഫേസ്ബുക്കിൽ കണ്ടല്ലേ, അതങ്ങ് പോയിക്കോളൂ വിചാരിച്ചടാ എന്നെ. ഈ ചോദിച്ചതിന്റെ പെണ്ണിനോടല്ലേ? ഇനി മേലില് നീ ഒരു കോള് അനാവശ്യമായിട്ട് ഒരു വഴിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്രേ ഉള്ളൂ. അവന്റെ മറ്റിടത്തൊരു സോറി. അവന് കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ഒരുത്താണ്. എന്നിട്ടാണ് ഇമാതിരി പരിപാടി ചെയ്യാനെ കൊണ്ട് നടക്കുന്നത്. ഇത് അവൻ ഒരു തവണ വിളിച്ച് അവിടെ കോള് കട്ട് ചെയ്ത് വിട്ട സംഭവം അല്ല. കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ളവന്മാര്. എന്നിട്ട് ദീപ്തി ടീച്ചർ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ആളുടെ ഈ പറയുന്ന ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും പുറത്തോട്ട് വിടുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പുള്ളി ഇങ്ങനെ അങ്ങനെ ഈ ചെയ്തേക്കുന്നവന്റെ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഇവൻ ഇങ്ങനെ എന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഫാമിലി എന്ത് തെറ്റ് ചെയ്തു അവര്. അപ്പൊ അവന്റെ മക്കളുണ്ടായിരിക്കാം, ഭാര്യ ഉണ്ടായിരിക്കാം. ഇവനെ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ആ ആൾക്കാർ പൊതുസമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കും? അവരുടെ ബന്ധുക്കാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിലൊക്കെ എങ്ങനെ അവർ പുറത്തിറങ്ങി നടക്കും? ഇപ്പം മക്കളുണ്ടെങ്കിൽ അവർ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ബാക്കി കൂട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ഇറങ്ങി നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? ആ ഒരു കാര്യം, ആ ഒരു ഒറ്റ പരിഗണന വെച്ചിട്ട് മാത്രമാണ് ദീപ്തി ടീച്ചറെ ഇവന്റെ ഈ ഒരു ഐഡന്റിറ്റി കാര്യങ്ങൾ പുറത്ത് വിടാതിരുന്നത്. സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ളവന്മാര് ഈ ഒരാളുടെ അടുത്തല്ലല്ലോ ഇത്തരത്തിൽ കോൾ ചെയ്തിട്ട് ഇത്തരത്തിൽ ശരീരത്തിന് വില പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എത്രയോ ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെയുള്ളവന്മാരെ ആണെങ്കിൽ അവന്മാരുടെ ഐഡന്റിറ്റി പുറത്ത് വിടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അവന്റെ ഫാമിലിയേക്കാൾ ഉപരി നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവന്റെ ഫാമിലിനെ പറ്റിയിട്ട് അവിടെ ആലോചിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇവനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അവനെ ആലോചിക്കണം, നമ്മളല്ല അത് ആലോചിക്കേണ്ടത്, അല്ലേ? അവൻ ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. പിന്നെ ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നോ മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണരുത്. നിങ്ങൾ ഓർക്കുക, ഒരാളിപ്പോൾ ഒരു മഞ്ഞപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ ഒരു തുണിയുടെ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാന്യമായി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് എക്സ്പോസ് ചെയ്യാനും മറ്റു രീതികളിൽ പൈസ ഉണ്ടാക്കണമെങ്കിലോ അങ്ങനെ
ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരും ഉണ്ടായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടെ, ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാൻ കേട്ടിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒന്നിലും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഈ കാണുന്നതല്ലേ ഓരോരുത്തർ ട്രോൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ സബ്സ്ക്രിപ്ഷനിലൊക്കെ കൂടുതലും ഞാൻ ട്രോളൊക്കെ കണ്ടിട്ടുള്ളതായതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസാണ് സബ്സ്ക്രിപ്ഷനിൽ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ആരും റിയാക്ട് ചെയ്യാത്തതുകൊണ്ടും നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരെ ആരും റിയാക്ട് ചെയ്യുകയോ ട്രോൾ ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ അറിയാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെയുള്ള വല്ല വഴി നോക്കിയാൽ പോരായിരുന്നോ? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നവർ കഷ്ടപ്പെട്ട് വേർത്ത് ബുദ്ധിമുട്ടി തന്നെയാണ് സമ്പാദിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരാളുടെ മുഖമാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കുടുംബം ഉണ്ടാവുക, ഒരു നാടുണ്ടാവുക, ഒരുപാട് കർഷകരുണ്ടാവുക. ഞങ്ങളുടെ ഒക്കെ അധ്വാനത്തിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സത്യം. ഇവിടെ കുറച്ച് ആൾക്കാർ, ഇപ്പം ഞാൻ ആരുടെയും പേരൊന്നും ഇവിടെ എടുത്തവരെ ഇങ്ങോട്ട് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സബ്സ്ക്രിപ്ഷനകത്തൂടെ ഈ ഒരു ഇമേജ്, ഈ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ ഞരമ്പന്മാർ, ഇപ്പം അത്യാവശ്യം ചിന്തിക്കാനും ബോധമുള്ളമാർക്കറിയാം എല്ലാവരും ഇങ്ങനെ അല്ല എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇതുപോലെ കുറേ ഞരമ്പന്മാർ മാത്രമേ ഈ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. എല്ലാ സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നവർ ഈ രീതിയിലാണെന്നുള്ളത്. ഓക്കെ, അത് അവന്മാരുടെ അസുഖമാണ്. അവന്മാർ മാനസിക രോഗികളാണ് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ളവന്മാർക്ക് നല്ല ഇടി ഇടിക്കണം. നല്ല ഇടിയുടെ കുറവാണ് ഈ രീതിയിൽ വന്നിട്ട് ശരീരത്തിന് വില പറയാനെ കൊണ്ട് എത്രയാ റേറ്റ് വന്നിട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കട്ട് ചെയ്ത് വിട്ടാലും ബ്ലോക്ക് ചെയ്ത് വിട്ടാലും പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അല്ല ഇങ്ങനെയുള്ളവന്മാരെ പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പാവങ്ങൾ കുറച്ച് ആൾക്കാരുള്ളവരൊക്കെ ജീവിച്ച് പറ്റോട്ടെ. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ പറയാതെ ഇവരെ എക്സ്പോസ് ചെയ്തു, അവർക്കൊരു അവസരം കൊടുത്തില്ല എന്ന് നാളെ പറയരുത്. അതിന് നമ്മൾ മുന്നേ അറിയിക്കുകയാണ്. മോശമായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ തിരിച്ച് നമ്മൾ മോശമായിട്ട് പെരുമാറും എന്നുള്ളത് കരുതിയിരിക്കുക. ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ നിങ്ങളുടെ മുഖം തുറന്ന് കാട്ടുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും. ഇപ്പോൾ അറിയാലോ, എളുപ്പമാണ് ഒരാളെ നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ. നമ്മൾ ആരെയും വെല്ലുവിളിക്കുകയോ ഒന്നുമല്ല, മാന്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജീവിക്കാൻ വിടുക. ഓർക്കുക, ഇന്ന് മറ്റൊരാളുടെ കുടുംബത്തിൽ കയറി നിങ്ങൾ കളിച്ചാൽ നാളെ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചോദിക്കാനും ആൾക്കാരുണ്ടാവും. ഇത്രയൊന്നും മനസ്സിലാക്കുക. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, എന്നെപ്പോലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എത്രയാണെന്ന് വെച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യും. പലരും പറയും ബ്ലോക്ക് ചെയ്യും, ഇഗ്നോർ ചെയ്യുന്നത് എത്ര തവണ, എത്ര പേര്. അതിൽ നല്ലത് നിങ്ങൾ സ്വയം ഒരു അപ്പം എന്നെ ഒരാൾ ശല്യം ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ആ ഒരാൾ എന്നെ മാത്രം ആയിരിക്കത്തില്ല ശല്യം ചെയ്യുന്നത്, ഒരുപാട് പേരെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ബ്ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഈ ഒരു വ്യക്തിക്ക് മാന്യമായിട്ട് ഇരുന്നാൽ പോരെ, വേറെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തിനാണ് അവരുടെ മുന്നിൽ നിങ്ങളുടെ ഉള്ള വില കളയുന്നത്? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ചിലവന്മാരെ എക്സ്പോസ് ചെയ്ത് അവന്മാരുടെ ഐഡന്റിറ്റി പുറത്തോട്ട് വിട്ടെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഈ ഷിംജിത ആ കേസ് പോലത്തെ സംഭവമല്ല, ജെന്യൂനായിട്ട് ഇങ്ങനത്തെ ഞരമ്പന്മാരായിട്ടുള്ള കുറച്ച് അവന്മാരുണ്ടല്ലോ. ഇങ്ങനെയുള്ളവന്മാരുടെ മുമ്പൊരിക്കൽ നമ്മൾ ഇത്തരത്തിലൊരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ. കോഴഞ്ചേരിയുള്ള ഒരുത്തനാണ് ബസ്സിൽ കയറിയിട്ട് പെൺകുട്ടികളുടെ മുന്നിൽ ഇവൻ സാധനം വെളിയിലിട്ടിട്ട് കാണിച്ചിട്ടുള്ള കുറച്ച് പരിപാടികളാണ്. ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ വീഡിയോയും പുറത്തു വിട്ടു. അവൻ്റെ നാട്ടിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ മൂവ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളും ലീഗിലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇവ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വിളിച്ചിട്ട് ഈ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളവന്മാരാണ് ഇപ്പം ഈ പേടി കാണിക്കുന്നവരുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഇവന്മാരൊന്ന് ഈ കാര്യം ആലോചിച്ചിട്ടൊന്ന് പതുങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പരിപാടി തന്നെ ആയിരിക്കും ചെയ്യുക. അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ളവന്മാരുടെ ഐഡന്റിറ്റി പുറത്ത് വിട്ടിട്ട് നല്ല പണി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഞരമ്പന്മാർ മാനസിക രോഗികളാണെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ഇതുപോലുള്ളവന്മാരുടെ ശല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ കോള് കാര്യങ്ങൾക്ക് ഇവരുടെ നമ്പരും ഐഡന്റിറ്റി ഒക്കെ സഹിതം പുറത്തോട്ട് നിങ്ങൾ വിടുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, പല ആളുകളും പലരുടെ ഹസ്ബൻഡ് ഫാമിലിയൊക്കെ ഇതുപോലെ കോള് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ശല്യമാണെങ്കിൽ നീ പരിപാടി നിർത്തിയേക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ ഈ ബിസിനസ് തന്നെ നിർത്തുന്ന രീതിയിലോട്ട് ചില ആളുകളുടെ ലൈഫിൽ അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം അതിലും ഭേദം നമ്മുടെ ലൈഫ് നമ്മൾ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നതിലും ഭേദം ഇങ്ങനെയുള്ളവന്മാരെ എക്സ്പോസ് ചെയ്തിടുക. കാര്യം അവൻ്റെയൊക്കെ കുടുംബത്തെ പറ്റിയിട്ട് അവന്മാർക്ക് ബോധം ഇല്ലെങ്കിൽ നമ്മളാണോ ഇതിനെ പറ്റി ചിന്തിക്കേണ്ടത്? അത് അവന്മാരല്ലേ ചിന്തിക്കേണ്ടത്? അത്രയേ ഉള്ളൂ. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.